கவலையே இல்லாம வாழ்ந்த காலங்கள். உங்களுக்கு அந்த நாஸ்டால்ஜிக் ஃபீல் வருதா? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ capcut എന്നുള്ള ആപ്പിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ capcut എന്നുള്ള ആപ്പ് ആരുടെയെങ്കിലും കയ്യിലില്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പോൾ ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് capcut ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വഴി കയറിയാൽ മതി. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കർവ് സെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു 4 വീഡിയോയ്ക്ക് ചെറിയൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇതേപോലെ ഒന്ന് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന പോലെ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റത്തെ വീഡിയോ 4.4 സെക്കൻഡ് 3.4 അങ്ങനെ എല്ലാ വീഡിയോയും നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയും ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കർവ് എടുത്തിട്ട് അതിൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് ഞാനിപ്പോൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോസിന് വേറെ ഏതെങ്കിലും രീതിയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ ഇതേപോലെ ഒന്ന് സ്പീഡിൻ്റെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളിനിയിപ്പം വീഡിയോ എല്ലാം സെറ്റായിട്ടുണ്ട്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യണം അതിൽ. അപ്പോൾ ഫസ്റ്റത്തെ ആ വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ബബിൾ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഒന്ന് 1.2 സെക്കൻഡ് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ മൂന്നാമത്തെ വീഡിയോ ക്ലിപ്പ് സെലക്ട് അതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ വരുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ബ്ലർ റൂഷ് സെലക്ട് ചെയ്തിട്ട് അതിൽ ബ്ലർ റൂഷ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വെച്ചെടുക്കുക. അതിനുശേഷം അടുത്ത വീഡിയോയും സെലക്ട് ചെയ്തിട്ട് അതിൽ ബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ബബിൾ ബ്ലർ തന്നെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം 4-മത്തെയും 5-മത്തെയും വീഡിയോയിൽ നമ്മൾ ട്രാൻസിഷൻ എഫക്റ്റിൽ ആഡ് ചെയ്യുന്നത് ബ്ലറിൽ പോയിട്ട് ബബിൾ ബ്ലറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ടൈം മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് ഫുള്ളാക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ 5-മത്തെ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 6-മത്തെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ക്ലിപ്പിന് നമ്മൾ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ബ്ലാക്ക് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ടാവും. അത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ടൈം ഓൾറെഡി ഫുള്ളായി കിടപ്പുണ്ടാവും. അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര എഡിറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക.